പ്ലാസ്റ്റിക് വിരിയിട്ട മേശയ്ക്കിരുവശത്തുമായി അന്നപൂർണയുടെ മുകളിലെ മുറിയിലിരുന്ന് ഞങ്ങൾ ഉണ്ണുകയായിരുന്നു. പതിവിലും നേരത്തെ ആയതുകൊണ്ടായിരിക്കണം ഞങ്ങൾ തനിച്ചേയുള്ളൂ. എന്റെ സുഹൃത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റിലാണ് ഇരിപ്പ്. പെട്രോമാക്സിന്റെ പ്രഭാപ്രസരത്തിൽ ചങ്ങാതിക്ക് എതിർവശത്തെ കണ്ണാടിയിൽ തന്റെ സിൽക്ക് ഷർട്ടിന്റെ ഭംഗി ആസ്വദിക്കാം. താഴെ നിരത്താണ് വണ്ടിയിറങ്ങി വരുന്ന യാത്രക്കാർ കടന്നു പോകുന്നു. പതിവിലും അധികം എക്സ്ട്രാ പ്ലേറ്റുകൾ അന്ന് മേശയിൽ തീർന്നിട്ടുണ്ട്. സ്വാതോർത്തുകൊണ്ട് സാവധാനത്തിൽ തിന്നുന്നതിനിടയ്ക്ക് എന്റെ സുഹൃത്ത് പറഞ്ഞു, അടിച്ചു കസറണം വാസു, നാളെ നമ്മൾ ഒരുമിച്ചിരുന്നൊന്നില്ലല്ലോ. രാമകൃഷ്ണൻ പറഞ്ഞത് വാസ്തവമായിരുന്നു. 2 മാസം തികച്ചും നഗരവും ഗ്രാമവും അല്ലാത്ത ഈ സ്ഥലത്ത് താമസിച്ച ശേഷം ഞാൻ നാളെ പോവുകയാണ്. ഇഷ്ടമനുസരിച്ചല്ല, ജീവിക്കാൻ വേണ്ടി ഈ തൊഴിൽ സ്വീകരിച്ചപ്പോൾ മേലധികാരികൾ കൽപ്പിക്കുന്നത് എന്തും അനുസരിക്കാമെന്നും തീരുമാനിച്ചതല്ലേ. അപ്പോൾ സ്ഥലം മാറ്റത്തിന് കൽപ്പന വന്നാൽ അനുസരിക്കുക തന്നെ. ആവി പറക്കുന്ന ഇറച്ചിക്കഷ്ണം കടിച്ചു കാർന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ ലൈഫിനൊരു ജോലിയുണ്ട്. ഉണ്ട്, അത് നിർവികാരമായി പറഞ്ഞു. തിന്നുന്നതിനിടയ്ക്ക് കൂട്ടുകാരൻ പിന്നെയും പലതും സംസാരിച്ചു. ഞാൻ എന്തോ ഓർക്കുകയായിരുന്നു. ഒറ്റയായും കൂട്ടമായും താഴെ പാതയിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നു. ഉണ്ണുന്നതിനിടയ്ക്ക് ഞാൻ 100 വട്ടം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളതാണ്. എന്തോ എനിക്ക് ഉന്മേഷം ഉണ്ടായിരുന്നില്ല. സംസാരിക്കണമെന്നുണ്ട് പലതിനെ പറ്റിയും, പക്ഷേ വയ്യ. ഞാൻ വീണ്ടും റോട്ടിലേക്ക് നോക്കി. അസുഖകരമായ കാഴ്ച. തുറന്നിട്ട ചില്ലുജാലകത്തിലൂടെ ഞങ്ങൾ ഭക്ഷിക്കുന്നത് നോക്കിക്കൊണ്ട് താഴെ ഒരു ചെറുക്കൻ നിൽക്കുന്നു. ആശയും വിശപ്പും പ്രതിഫലിക്കുന്ന 2 കണ്ണുകൾ. എന്റെ കൂട്ടുകാരനും ആ കാഴ്ച കണ്ടു. ചങ്ങാതി അസ്വസ്ഥനായി. ഇവിടെ ഇരുന്ന് വല്ലതും കഴിക്കാൻ കൂടി നിവൃത്തിയില്ല. പോര്, എനിക്ക് മതിയായി. ഇലയിൽ ഇനിയും ചോറ് ബാക്കിയുണ്ട്. താഴെ നിന്ന് വീണ്ടും അവന്റെ കണ്ണുകൾ പാഞ്ഞെത്തുകയാണ്. 15ഓ 16ഓ വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു ചെറുക്കൻ. കീറിയ മഞ്ഞ ബനിയൻ, ട്രൗസർ, ശുഷ്കിച്ച മുഖത്ത് തീനാമ്പുകൾ പോലെയുള്ള 2 കണ്ണുകൾ. ആശയും വിശപ്പും. താഴെ നിന്ന് ഹോട്ടൽ വേലക്കാരിയിൽ ആരുടെയോ ഗർജനം മുഴങ്ങി. അവനെ ഉദ്ദേശിച്ചാണ്. അവൻ ചെയ്യുന്നത് തെറ്റാണ്. മറ്റുള്ളവർ ഉണ്ണുന്നത് നോക്കി നിൽക്കുക. അവൻ നീങ്ങാൻ ഭാവമില്ല. നീ പോവില്ലേടാ? വീണ്ടും ശബ്ദം. അവൻ പതുക്കെ നടന്നകന്നു. പോകുമ്പോൾ ഒരിക്കൽ കൂടി അവൻ ഞങ്ങളുടെ നേരെ കണ്ണുകൾ അയച്ചു. ഊണ് കഴിഞ്ഞു. ഒരു ലഹരി പദാർത്ഥം വലിച്ചു കുടിക്കുന്ന ആവേശത്തോടെ ഒരു ഗ്ലാസ് ചുക്കുവെള്ളം അകത്താക്കിയ ശേഷം ചങ്ങാതി പറഞ്ഞു, നമുക്ക് പോകാം. ഞങ്ങൾ കണക്ക് പറഞ്ഞ് താഴെ ഇറങ്ങി. സിഗരറ്റിന്റെ പുകയെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ പതുക്കെ നടന്നു. എന്തോ ഒരു അസ്വാസ്ഥ്യം, വിശേഷിച്ച് കാരണമൊന്നുമില്ല. നിങ്ങൾ പോയാൽ എന്റെ ജോലിയൊക്കെ ഡിമ്മാകും. അയാൾ പറഞ്ഞത് വാസ്തവമായിരിക്കും. ഞങ്ങൾ അത്രയും അടുത്താണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ജീവിച്ചിരുന്നത്. 2 ആളുണ്ടെങ്കിലേ റൊമാൻസിന് രസമുള്ളൂ. ഞാൻ ശരിയാണെന്ന അർത്ഥത്തിൽ മൂളി. സരളയുടെ കൊഞ്ചൽ കേൾക്കാൻ എന്തു രസമാണെന്നോ. ഏതാണ് സരള? ഞാൻ ഓർക്കാൻ ശ്രമിച്ചു. ആ സിനിമാ മോഡൽ അമ്മണിക്കുട്ടിയില്ലേ? വലിയ ജഗലയാണ്. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സ്നേഹിതൻ പിന്നെയും ചില പേരുകൾ പറഞ്ഞു. എല്ലാം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ജീവനുള്ള കവിതകളാണ്. സരള, അമ്മിണി, ബേബി, ആമിന, അങ്ങനെ ആ രൂപങ്ങൾ ഓരോന്നായി എന്റെ ഓർമ്മയിലൂടെ കടന്നുപോയി. കൂട്ടത്തിൽ ഞാൻ സ്നേഹിതനെ പറ്റി ആലോചിച്ചു. പ്രപഞ്ചം മുഴുവൻ കവിത കാണാൻ ശ്രമിക്കുന്ന ഒരു യുവാവ്. ലോഡ്ജിൽ മറ്റും കൂട്ടുകാർ കാത്തിരിക്കുകയാണ്. തുടർച്ചയായി സംസാരിച്ചുകൊണ്ട് സ്നേഹിതൻ ധൃതിയിൽ നടന്നു. ഞാൻ പിറകെയും. ഞങ്ങളെ ലോഡ്ജിൽ ഏറ്റവും സംസാരിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും ഞാനാണെന്നാണ് ബഹുജനാഭിപ്രായം. പക്ഷെ ഇന്നാകട്ടെ, റെയിൽപാളത്തിനടുത്തുള്ള 2 നില കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസം. 2 മാസം മാത്രമേ ആ മുറിക്കകത്ത് ഞാൻ താമസിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാകാം അതൊരു 8 സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അടുക്കും ചിട്ടയുമില്ലാത്ത പുസ്തകങ്ങൾ പൊടിപുരണ്ട് ചിതറിക്കിടക്കുകയാണ്. അരമന എന്നാണ് ഞങ്ങൾ മുറിയെപ്പറ്റി പറയാറുണ്ടെങ്കിലും അവിടുത്തെ ബഹുജനങ്ങൾക്ക് മോശം അഭിപ്രായമാണുള്ളത്. ബഹുജനങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടാതെയുള്ള 7 പേർ. അവരെ പറ്റി പറയാൻ വളരെയുണ്ട്. ചീട്ടുകളിയും സംസ്കൃത ശ്ലോകങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത രാമേട്ടൻ. വിവാഹിതനായി 30-കാരനെങ്കിലും ഒരപ്പൂപ്പന്റെ പഴക്കവും പാകതയും കാട്ടുന്ന വാരിയർ മാസ്റ്റർ. യുവത്വത്തിന്റെ പരിധി കടക്കുന്നതിന് മുമ്പ് ജീവിതാനന്ദത്തിന്റെ അവസാനത്തെ തുള്ളി കൂടി ആസ്വദിക്കണമെന്ന് പക്ഷക്കാരനായ ഫ്രാൻസിസ്. അങ്ങനെ പോകുന്നു ആ പട്ടിക. അവർക്കാണ് ഞങ്ങളുടെ മുറിയുടെ വൃത്തികേടിന് നിഷേധമുള്ളത്. എനിക്കതിൽ ഉഗ്രമായി എതിർപ്പ് രേഖപ്പെടുത്താതെ നിവർത്തിയില്ല. ആ മുറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകാൻ കാരണമുണ്ട്. അവിടെ ആ ജനാലയുടെ മുന്നിൽ നിന്നാൽ അന്തിത്തുടുപ്പും പുലരിത്തുടുപ്പും അലിഞ്ഞു ചെയ്യുന്ന നദീതടം കാണാം. കെട്ടിടത്തിന്റെ മുൻഭാഗത്തിലൂടെ ജീവിതം പോലെ റെയിൽ പാളങ്ങൾ നീണ്ടുകിടക്കുന്നു. മരണത്തിന്റെ നേർക്ക് ഞരങ്ങി നീങ്ങുന്ന മനുഷ്യജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പടുകൂറ്റൻ ഗുഡ്സ് വണ്ടികൾ കിതച്ച് ആ വഴി കടന്നു പോകും. രാത്രിയിൽ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും വരാന്തയിൽ സമ്മേളിക്കുക പതിവാണ്. ഞങ്ങൾ കോണി കയറി മുകളിലെത്തിയാൽ വാരിയർ മാസ്റ്റർ അഭിവാദ്യം ചെയ്തു. പിള്ളേരെ, ഞങ്ങൾ കയറാൻ തികയാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ സ്ഥലം പിടിച്ചു. പിള്ളേരെന്ന് വിളിച്ചതിൽ പ്രതിഷേധമുണ്ട്. രാമകൃഷ്ണൻ ഗൗരവം അഭിനയിച്ച് എതിർപ്പ് രേഖപ്പെടുത്തി. പിള്ളേരെന്ന് 100 വട്ടം വിളിക്കും. നിങ്ങളൊക്കെ പിള്ളേരാ. എതിർപ്പുണ്ടെങ്കിൽ കാണട്ടെ. വരാന്തയുടെ ഒരറ്റത്ത് ഇരുട്ടിൽ കിടക്കുന്ന ഒരു രഥം പോലെ കസേരയിൽ നിന്നാണ് ആ ശബ്ദം. ഉടമസ്ഥനെ മനസ്സിലായി. സിനിമാ പാട്ടും ഒട്ടന്മാർക്ക് ബീഡിയും സൃഷ്ടിക്കുന്ന പർദീസിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മറ്റൊരു അയൽക്കാരനാണ്. അപ്പോഴാണ് രാമേട്ടന്റെ രംഗപ്രവേശം. കക്ഷത്ത് 4 ഷീറ്റ് മാതൃഭൂമിയും ഇടത് കൈയിൽ 2 പെട്ടി ചീട്ടുമായി.
തലയ്ക്കുമീതെ വലിയ അമേരിക്കൻ ലാമ്പ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഉയരം കുറഞ്ഞ രാമേട്ടൻ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. വാസു, ഓ, ഒരു ഐഡിയ പറയണം. നാളെ വാസു എവിടെ ആയിരിക്കും? ഇന്നുകൂടി നമ്മൾ ഒരുമിച്ച് കളിക്കൂ. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചു. ദൈവത്താണ് ഇന്നെന്നെ നിർബന്ധിക്കരുത്. ചീട്ടുകളിയും ദൈവവുമായി എന്തു ബന്ധം? കായിക സുഹൃത്തിന്റെ വകയാണ്. ഇന്നെന്നെ ഒഴിവാക്കണം രാമേട്ട. എന്താ കുഴപ്പം? ഒന്നുമില്ല. രാമേട്ടൻ നിലത്ത് കടലാസ് വിരിച്ച് സ്ഥാനം ഉറപ്പിച്ചു. എന്നിട്ട് ബഹുജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. വേഗം എഴുന്നേൽക്കണം, മണി 9 ആർക്കും അത് കേട്ട ഭാവമില്ല. തീപെട്ടിമേൽ താളം പിടിച്ചുകൊണ്ട് കായിക സുഹൃത്ത് മൂളുകയാണ്. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒരു ഗുസ്തിക്കാരനെ പോലെ കയ്യിൽ മൈൽസ് കയറ്റിക്കൊണ്ട് രാമകൃഷ്ണൻ ചോദിച്ചു, അബൌട്ട് വാസു? ഞാനില്ല, യു പ്ലേ. അതുവരെ നിശബ്ദനായിരുന്ന ഫ്രാൻസിസിന് പെട്ടെന്നൊരു ആവേശം ബാധിച്ചു. ഉച്ചത്തിൽ അരളിക്കൊണ്ട് ചാടി എണീറ്റു. ആരും കളിക്കരുത്, ഞാനാ പറയുന്നേ. രാമേട്ടന് അനിശം തോന്നാതിരുന്നില്ല. മൂപ്പരുടെ കണ്ണുകൾ വികസിച്ചു. ഗൗരവമായി സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ രാമേട്ടന്റെ കണ്ണുകൾ വികസിക്കും. ചീട്ട് കളിക്കുമ്പോഴാണ് അത് ഞങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുക. കളിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. കളിക്കണ്ട, നിത്യവും ഒരു കളി. ഫ്രാൻസിസ് ചീട്ടുകളിയോട് ഭയങ്കര വെറുപ്പാണ്. ഗായിക സുഹൃത്ത് പാട്ട് നിർത്തി ഗാഠചിന്തയിലാണ്ടിരിക്കുകയാണ്. എന്താ ചങ്ങാതി ആലോചന? രാമകൃഷ്ണ ചോദ്യം ചങ്ങാതിയെ ഉണർത്തി. കാര്യം സ്വല്പം ഗൗരവമുള്ളതാ. അത് ഞാൻ പറയാം. രാമേട്ടൻ ഇടയിൽ ചാടി. വീടിയില്ലാത്ത ഒരു ലോകമോ ചായയില്ലാത്ത ഒരു ലോകമോ ഏതാണ് ജീവിക്കാൻ കൊള്ളുക? കാര്യം ഗൗരവമുള്ളതല്ലേ? 4-5 ടംബ്ലറുകൾ ഒരുമിച്ച് വീണുണ്ടതിന് പോലെ ഒരു ചിരി പൊട്ടി. സംഭാഷണത്തിന് സ്പിരിറ്റ് കൂടുന്നതേ ഉള്ളൂ. വാരിയർ മാത്രം ഒരു കാർഡ്ബോർഡ് കൊണ്ട് വീശി നിർവികാരനായിരിക്കുകയാണ്. തിരുമാതിരക്കാറ്റ് അടിക്കുമ്പോൾ തന്നെ വിയർക്കുമെന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. രാമേട്ടന്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. ചീട്ട് വെട്ടിയെ താലോലിച്ചുകൊണ്ട് കുറെ സമയമായി മൂപ്പർ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പകൽ എത്ര നേരം വേണമെങ്കിലും ബോറടിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ രാത്രിയിൽ ഭരതയുടെ ഊണ് അകത്തായാൽ രാമേട്ടൻ 2 കൈ കളിച്ചേ ഇരിക്കപ്പുറതിയുള്ളൂ. വരാന്തയിൽ അമേരിക്കൻ ലാബിന് ചുറ്റുമായി 3 ഷീറ്റ് മാതൃഭൂമിയും രാമേട്ടനും സ്ഥലം പിടിച്ചാൽ കളിക്കാൻ ഇറങ്ങിക്കൊള്ളണമെന്നാണ് നിയമം. എടാ, നിങ്ങളൊന്ന് എണീക്കുന്നുണ്ടോ? ഉത്തരമില്ല. ആരും എണീക്കണ്ട, നമുക്കിരുന്ന് സൊല്ലാം. വാസു, ആ തെക്കൻ കായലിനോട് ഒരു പാട്ട്. ഫ്രാൻസ് രാമേട്ടനെതിരായി പ്രചാരവേല ആരംഭിക്കുകയാണ്. എനിക്ക് കളിക്കാൻ ഉഷാറ് തോന്നിയില്ല. എന്തോ ഒരു അസുഖം. മനം പുരട്ടുന്നുണ്ടോ എന്നൊരു സംശയം. ഊണിനും മീതെ ബർക്കിൽ വലിച്ചതുകൊണ്ടാവോ? കളിക്കാർ എഴുന്നേറ്റു. ഭാരിച്ച ശരീരം ഈസി ചെയറിൽ നിന്ന് പൊക്കി അപ്പുറത്തെ മാതൃഭൂമിയിലെത്തിയിരിക്കുന്നത് വാര്യർക്ക് അല്പം വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ സംഘത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ എന്ന ബഹുമതിയുള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മൂപ്പരത്ര കസാരമാക്കിയില്ല. മഷിക്കുപ്പിയാക്കാൻ പറ്റുന്ന ഒരു വലിയ കുപ്പിയിൽ നിറയെ പൊടിയും ഒരു തൂക്കുപാത്രം നിറയെ തണുത്ത വെള്ളവും ഒരു കാർഡ്ബോർഡ് വീശിയുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അക്ഷോഭ്യനായിരുന്ന അദ്ദേഹം കളിച്ചുകൊള്ളും. 4 ആൾ തികഞ്ഞപ്പോൾ കളി ആരംഭിച്ചു. ഫ്രാൻസിസ് അവഞ്ഞയോടെ ആ കളിക്കാരെ ഒന്ന് നോക്കി എന്തോ പിറുവറുത്തുകൊണ്ട് ഒരിറങ്ങിപ്പോക്ക് നടത്തി. ചീട്ടുകളി ആരംഭിച്ച ലോഡ്ജിലെ അന്തരീക്ഷം ശാന്തമാകും. ലേലം വിളി, ചീട്ടടിക്കുന്ന ശബ്ദം. ഇരന്നുറങ്ങാൻ കഴിയുന്ന രാമേട്ടൻ കൊടുക്കുന്ന ഡോസ് അത്രമാത്രമേ ഒച്ചയുണ്ടാകത്തുള്ളൂ. റെയിൽ പാളത്തിലേക്ക് അലക്ഷ്യമായി കണ്ണോടിച്ചുകൊണ്ട് ഞാൻ കസേരയിലിരുന്നു. റെയിലിനപ്പുറത്ത് വെളിസ്ഥലത്ത് മൂടൽമഞ്ഞ് പ്രാപിച്ചിരിക്കുകയാണ്. കിഴക്ക് കുന്നുകളുടെ ചിറകിൽ തെറ്റിത്തെറിച്ചു നിൽക്കുന്ന ഒരു മേഘശകലത്തെ താഴ്ചന്ദ്രൻ ഉദിക്കുന്നു. സുന്ദരമായ ഒരു മന്ദഹാസത്തോടെ നിൽക്കുന്ന ഒരു പെൺകിടാവിനെയാണ് അത് ഓർമ്മിപ്പിക്കുക. നദീതടത്തെ സ്പർശിച്ചു വരുന്ന നേർത്ത കുളിർക്കാറ്റ് പരത്തുകയാണ്. ഗുഡ്സ് വണ്ടി അസുഖകരമായ ശബ്ദത്തോടെ മുന്നിലൂടെ ഇഴഞ്ഞുപോയി. കറുത്ത വാഗനുകൾ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പോവുകയാണ്. 1, 2, 3, 1, 2, 3 എണ്ണുവാൻ വയ്യ. കറുത്ത വാഗനുകളുടെ അവസാനമില്ലാത്ത ഘോഷയാത്ര അവസാനിച്ചു. ഹാവോ! അസുഖകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വണ്ടിച്ചക്രങ്ങൾ ഉരുണ്ടുപോയി. ഇതിനു മുമ്പ് ഇതേ ഇരിപ്പിലാണ് ഞാനിത് കണ്ടിട്ടുണ്ട്. ഭാരമേറിയ വാഗനുകൾ, ഭീകരമായ എഞ്ചിൻ, ഇരുമ്പു ചക്രങ്ങൾ. അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു പോകും, വണ്ടിച്ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കാൻ വയ്യ. തല തകർന്ന് എല്ലുകൾ നുറങ്ങി ചോരയും മാംസവും ചിതറി. ഓർക്കാൻ വയ്യ. മേലിൽ ഇത് ഓർക്കരുതെന്ന് ഇന്നലെ ഞാൻ വിചാരിച്ചതായിരുന്നു. കാരണമുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ്. ഞാൻ ധാരാളമായി സ്വപ്നം കാണാറുണ്ട്. അധികവും സുഖകരമായ സ്വപ്നങ്ങളാണ്. ഉണർന്നിരിക്കുമ്പോൾ കൂടി ഞാൻ കിനാവ് കാണുന്നുണ്ടെന്ന് രാമകൃഷ്ണനാണ് പറഞ്ഞത്. ഒരു തമാശയാവാനേ ഇടയുള്ളൂ. വേദനയോടെയാണ് ഞാൻ ഒരു സ്വപ്നം ഓർമ്മിക്കുന്നത്. ഹൃദയത്തുടിപ്പോടെ ഞാനത് പറയാം. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ വേദനയോടെയാണ് ഞാൻ പറയുന്നത്. 23 വർഷം മാത്രം ജീവിതം ആസ്വദിച്ച ഒരു പൗരൻ വണ്ടിച്ചക്രങ്ങൾക്കിടയിൽപ്പെട്ടു. ഭാരിച്ച വാഹനങ്ങൾ, ചക്രങ്ങൾ എല്ലാം കടന്നുപോയി. എന്റെ ശരീരത്തിലൂടെയാണ്. ആദ്യമായി ചക്രം കയറിയത് ഏതു ഭാഗത്താണ്? ഓർമ്മിച്ചാൽ ഒരു പക്ഷെ അറിഞ്ഞേക്കും. പക്ഷെ ഓർക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാലത്തുണർന്നപ്പോൾ ഞാനിത് കൂട്ടുകാരോട് പറയുകയുണ്ടായി. ഓ, സാരമില്ല, സ്വപ്നമല്ലേ എന്നയാൾ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അയാൾ പറഞ്ഞത്, നിങ്ങൾക്കടുത്ത് ആത്മഹത്യ ചെയ്യാൻ വല്ല യോഗവും കാണും. എനിക്കത് രസിച്ചില്ലെന്ന് പറയുന്നില്ല.
ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. ജീവിതം ഇത്ര സുഖകരമാകുമ്പോൾ വല്ലവരും എനിക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. സുഖകരമായ ജീവിതം എഴുതുകയും സംസാരിക്കുകയും അല്ലാതെ അനുഭവിച്ചിട്ടില്ലാത്ത ഞാൻ. ചങ്ങാതി പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് തെറ്റി. മരണത്തിന് ഒരിക്കലും കൈത്തെറ്റ് പറ്റാറില്ല. ജീവിതം ആസ്വദിക്കാൻ വെമ്പുന്നവരെയാണ് അത് പിടിക്കുക. കാരണം ഒരു നേട്ടമായി മനുഷ്യൻ കണക്കാക്കാൻ തുടങ്ങിയാൽ അവനെ ഒരിക്കലും അത് ആശ്വസിപ്പിക്കില്ല. അങ്ങനെ എന്തെല്ലാമോ അയാൾ പറഞ്ഞു. ഞാൻ കൂടുതലായി ആലോചിച്ചില്ല. കാരണമൊന്നുമില്ല. എങ്കിലും ഒരു വിഷാദത്വം ഹൃദയത്തിൽ നുഴഞ്ഞു കയറുകയാണ്. ആ മുന്നിലുള്ള ശൂന്യതയുടെ സാമ്രാജ്യത്തെ ആവരണമാക്കിയിരിക്കുന്നു. നീലിമയണിഞ്ഞ മൂടൽമഞ്ഞ്. വാസു ഉറങ്ങുകയാണോ? സീറ്റുകളിൽ രാമേട്ടൻ ചോദിച്ചു. അല്ല, വാസു എന്നെ പോലെ ഇരുന്നുറങ്ങില്ല. പക്ഷെ കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണും. രാമകൃഷ്ണൻ പലപ്പോഴും പറയാറുള്ള ആ അഭിപ്രായം ആവർത്തിച്ചു. ആരെപ്പറ്റിയാണ് സ്വപ്നം കാണുന്നത്? ഞാൻ ഉത്തരം പറഞ്ഞില്ല. പോകുമ്പോൾ ആരുടെയും കരളും കൊണ്ട് കടക്കല്ലേ. ദാറ്റ് ഇസ് റോങ്. ഇനി മൂപ്പരുടെ കരളിൽ വേക്കൻസി ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരെണ്ണം പണ്ടേ ആരോ ഒക്യുപ്പൈ ചെയ്തത്രേ. എടാ പുള്ളി, എന്നിട്ടെന്താ പറയാത്തത്? വാര്യൻ മാസ്റ്റർ ചോദിക്കുന്നു. രാമേട്ടൻ ഒരു വിശദീകരണത്തിന് ഒരുമ്പെട്ടു. താനൊരു ഫൂളാ. അതിത്ര പറയാനുണ്ടോ? ആ കഥകളെല്ലാം ഒന്ന് വായിക്കുക. അതിലെല്ലാം പുള്ളിയുടെ ഓമന കയറി കൂടിയിട്ടുണ്ട്. ചീട്ടുകൾ വീണ്ടും കയ്യിൽ നിരന്നപ്പോൾ അവർ കളിയിൽ ലയിച്ചു. മരകരയുള്ള ഏതോ ഒരു ഗ്രഹത്തിൽ നിന്നും ഒരു നേർത്ത ഗാനം ഒഴുകി വരുന്നു. അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. നിലാവും കുളിർമയുള്ള കാറ്റും എല്ലാമുള്ള രാത്രിയിൽ രണ്ട് ജീവിതങ്ങൾ ഒന്നിച്ചേരുന്നു. വിവാഹത്തെ പറ്റി ആലോചിച്ചു, പ്രേമത്തെ പറ്റി. കളി തുടരുകയാണ്. മണി എത്രയായിരിക്കും? കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തുപോയി നോക്കിയാൽ സമയമറിയാം. പക്ഷെ വയ്യ. എന്തൊരു മടി, എഴുന്നേൽക്കാൻ പ്രയാസം. തലയ്ക്ക് അല്പം കനം കൂടിയിട്ടുണ്ടോ? കനം കൂടാൻ ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ സംശയിക്കാമായിരുന്നു. പടിവാതിൽ ശബ്ദിച്ചു. ആരാ വാതിൽ തുറന്നത്? ശേഖരനായിരിക്കും. താൻ ചീട്ടിറക്ക്. കോവണിപ്പടികൾ പതുക്കെ ശബ്ദിച്ചു. ആരോ കയറി വരുന്നു, സാവധാനത്തിൽ. ശേഖരനാണോ? ശേഖര? ഉത്തരമില്ല. പോളായിരിക്കും. പോൾ? ഉത്തരമില്ല. കയറി വന്നു. ശേഖരനല്ല, പോളുമല്ല, ഒരു ചെറുക്കൻ. കോണിയുടെ മുകളിലെത്തി. അവൻ ഒരു നിമിഷം പകച്ചു നിന്നു. കീറി മുഷിഞ്ഞ ട്രൗസർ, മഞ്ഞ നിറത്തിൽ വലിയ തുളകളുള്ള ഒരു ബനിയൻ. അമേരിക്കൻ ലാമ്പ് പരത്തുന്ന വെളിച്ചത്തിൽ ഞാൻ അവന്റെ ശുഷ്കിച്ച മുഖവും നനുത്ത കണ്ണുകളും കണ്ടു. കുറച്ചു മുൻപ് അന്നപൂർണയുടെ മുകളിലിരുന്ന് ഉണ്ണുമ്പോൾ കണ്ട ചെറുക്കൻ. വിശപ്പും ആശയം പ്രതിഫലിച്ച കണ്ണുകൾ. രാമകൃഷ്ണ മുഖമെടുത്താതെ ചോദിച്ചു. ഏതോ ഒരു ചെറുക്കൻ. രാമേട്ടന്റെ ഭാവം പകർന്നു. മൂപ്പൻ ചീട്ടിൽ നിന്ന് മുഖമുയർത്തി ആകാശത്ത് നിന്ന് അറ്റുവീണ് നിൽക്കുന്ന ആ ചെറുക്കനെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്നിട്ട് എന്നെ, പക്ഷെ വാസു, എന്താ? കുറ്റം നിങ്ങളുടേതാണ്. ഞാൻ പറയാറില്ലേ ഊണ് കഴിഞ്ഞ് പോരുമ്പോൾ ഗേറ്റ് പൂട്ടണമെന്ന്. കുറ്റം എന്റേതായിരിക്കും. എടോ, ഇത് ഓഫീസാ. ഇവിടെ ധർമ്മം തരാൻ നിവൃത്തിയില്ല. സാധാരണ പിച്ചക്കാരൻ വരുമ്പോൾ പറയാറുള്ള വാചകം ഗായക സുഹൃത്ത് ആവർത്തിച്ചു. നോൺസെൻസ്. ഇപ്പോൾ എന്ത് ധർമ്മം കൊടുക്കലാ? രാമേട്ടൻ വീണ്ടും കളിയിൽ ശ്രദ്ധരായി. ആ ചെറുക്കൻ കളിക്കുന്ന 4 പേരെ നോക്കി, പിന്നീട് എന്നെയും. എന്നിട്ട് പതുക്കെ എന്നെ സമീപിച്ചു. സർ. ഞാൻ മുഖമുയർത്തി. 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. വല്ലതും? അവന്റെ കണ്ണുകളിൽ നീർ തുളുമ്പി. പിടിയെണ്ണുന്നതിനിടയ്ക്ക് രാമകൃഷ്ണൻ എന്നെയും എന്റെ കസേരയ്ക്കടുത്തിരുന്ന ആ ചെറുക്കനെയും സൂക്ഷിച്ചു നോക്കി. അലീഷ്ട, ഇവനെയല്ലേ നമ്മൾ അന്നപൂർണയിലിരിക്കുമ്പോൾ കണ്ടത്? അതെ. എന്താടാ, നീ വിടാതെ കൂടിയിട്ടുണ്ടല്ലോ. ചെറുക്കൻ ദയനീയമായി ഒരു മുഖഭാവത്തോടെ അയാളെ നോക്കി. ഞാൻ ചോദിച്ചു, നിനക്ക് ഹോട്ടലിൽ നിന്നൊന്നും കിട്ടിയില്ലേ? ഇല്ല സർ. സ്വാമിയുടെ ഹോട്ടലിൽ നിന്ന് കിട്ടിയതായത്. അവൻ കാണിച്ചു തന്നു. തിന്നാൻ കിട്ടിയതല്ല, ഇടത് കൈത്തണ്ടയിലും വാരിയിലും പൊള്ളിച്ച ഭാഗങ്ങൾ. നീറുന്നു സർ. ചൂടുവെള്ളമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവന്റെ ശുഷ്കിച്ച കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ചാലുകൾ ഒഴുകി. നീഗ്രോ കൃഷ്ണൻ പറ്റിച്ച പണിയാവും. സ്വാമിക്ക് പറ്റിയ സേവന്റ. പഞ്ചായത്ത് പിന്നെ താൻ വിളിക്കണോ? കളിക്കാർ നിശബ്ദരായി. ലേലം വിളിയും കളിയും തുടർന്നു. നിന്റെ നാടെവിടെയാണ്? പറളി. എന്തിനാ വെറുതെ നാടിന്ന് പോകുന്നത്? ഉത്തരമില്ല. അവൻ കരയുകയാണ്. അവനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ 2ആണ്. വിശപ്പടക്കാൻ വല്ലതും കിട്ടണം, നാട്ടിലെത്താൻ വഴി കാണണം. വീട്ടുവിട്ടു പോരാനിടയായ പരിസ്ഥിതി അവൻ വിവരിച്ചു. അമ്മയും ജ്യേഷ്ഠത്തിയുമുണ്ട് വീട്ടിൽ. സ്വന്തമായ ഒരു കാശിന്റെ മുതലില്ല. താമസിക്കുന്ന മറ്റാരുടെയോ പുരയിടത്തിലാണ്. എന്നിട്ടും അവർ ജീവിക്കുന്നു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിഷമമില്ല. പിന്നെ നീ എന്തിനാ വീട്ടിൽ നിന്ന് പോകുന്നത്? ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. എപ്പോഴും ചീത്ത, തല്ലും, വല്ലപ്പോഴും ഇത്തിരി വെള്ളം തരും. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മയും സഹോദരിയുമാണ്. പട്ടിണി ഇടുന്നത് മകനെയാണ്, സഹോദരനെയാണ്. ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ. അവൻ മരിച്ചാൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. രാമകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയിൽ വന്നു. മരണത്തിന് കൈത്തെറ്റ് പറ്റില്ല. ഞെരങ്ങി നീങ്ങുന്ന സുദീർഘമായ ഒരു ജീവിതം തന്നെ അവന് അനുവദിച്ചു കൊടുക്കും. അവൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഹോദരനെ പട്ടിണിയിടുക, മകനെ പട്ടിണിയിടുക. നീ നുണ പറയുകയാണ്. ഏമാനെ, ഈ കണ്ണ് 2 നേര് പൊറുതി മുട്ടിയിട്ടാ പോകുന്നത്. നിന്നെ കൊണ്ട് അവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവർ ഒന്നും പറഞ്ഞില്ല. നീ എങ്ങനെ ഇവിടെ എത്തി? ടിക്കറ്റ് ഇല്ലാണ്ട് പഠിച്ചിറക്കി.
അവന് വല്ലതും കൊടുക്കണം. 6 കൊടുത്താലേ ഒരു ഊണ് കിട്ടുകയുള്ളൂ. എന്റെ പേഴ്സിൽ എത്ര പണമുണ്ടെന്ന് ഓർത്തു നോക്കി. പൈസ കഷ്ടയായിരിക്കുന്നത് കൊണ്ട് വൈകുന്നേരം ഒരു പാക്കറ്റ് ബർക്കിലിയാണ് വാങ്ങിയത്. അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഓട്ടമുക്കാലായിരുന്നു. നാളെ 21 നാഴിക ദൂരം എത്തണം. പുതിയ ജോലി സ്ഥലത്ത് യാത്ര ചെലവിന് വേണ്ട പണം കാലത്ത് റെയിൽവേ ക്ലർക്കും കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ശമ്പളം വരാൻ ഒരാഴ്ച കൂടി കഴിയണം. എന്തെങ്കിലും പണി തന്നാ ചെയ്തുകൊണ്ട് ജോലി? ഞാൻ നെടുവേർപ്പെട്ടു. ജീവിക്കുവാൻ മതിയായ വരുമാനമുള്ള മറ്റൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് വരുമായിരുന്നില്ല. രാമകൃഷ്ണ, ഞാൻ കൂട്ടുകാരനെ വിളിച്ചു. വാട്ട് ഈസ് ടു ബി ഡൺ? ഉത്തരമില്ല. രാമേട്ട, ആർക്കും ശ്രദ്ധയില്ല. വാര്യർ, 31 ക്ലാവർ, 5 സ്പേഡ്, 9 ക്ലാവർ, പാസ്. വീണ്ടും കളി തുടരുന്നു. രാമകൃഷ്ണനെ ഞാൻ വീണ്ടും വിളിച്ചു. പേഴ്സിൽ ചേഞ്ച് ഉണ്ടോ? തലതിരിഞ്ഞ് ഒരണയുണ്ട്. ആകെ മൂലധനം ഉറുപ്പിക -5. കാര്യം വ്യക്തമായി. കൂടുതൽ ചോദിച്ചിട്ട് ഫലമില്ല. രാമേട്ട, അവനോട് പോണ ബോട്ടിൽ പോകാൻ പറ. ഫ്രണ്ട്സ്, ഗിവ് ഹിം സംതിങ്. എന്റെ അഭ്യർത്ഥന ഗായക സുഹൃത്തിനെ പുലർച്ചയിൽ ഏൽപ്പിച്ചു. താനാ കളി പഴപ്പിച്ചത്. വാര്യർ, താൻ ക്ലാവർ കളിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ടോർച്ച് എടുത്ത് മുറിയിൽ ഒരു പരിശോധന നടത്തി. ആകെ 2 നാണ്യങ്ങളാണ് രണ്ടുപേരുടെയും മുതലായിട്ടുള്ളത്. ഒരൊട്ടമുക്കാലും തലതിരിഞ്ഞ് കാലണയും. ഒരു കാലണ കിട്ടിയിട്ട് അവരെന്ത് കാര്യമാണ്? ഞാൻ അതെടുത്ത് ചീട്ടുകളിക്കാരുടെ അടുത്തിരുന്നു. കാലണ മാത്രമേ ഉള്ളൂ. മോർ ദാൻ ഇനഫ്. സെന്റിമേവേ. കാലണ ഇത്ര നിസ്സാരമാണോ? കാലണയ്ക്ക് ഒരു സ്റ്റാർ കിട്ടും. ഒട്ടമാർക്കാണെങ്കിൽ 3. എന്നെ സംശയിച്ചു നിന്നില്ല. ബഹുജനങ്ങളിൽ നിന്നും കൂടുതലായൊന്നും പ്രതീക്ഷിക്കുക വയ്യ. ഞാൻ ആ ചെറുക്കന്റെ കയ്യിൽ കാലണ വെച്ചു കൊടുത്തു. അവന് ഒരു ഊണ് വാങ്ങാൻ വേണ്ട കാശ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. അതെല്ലാം പറഞ്ഞുകൊണ്ട് വേണം അത് കൊടുക്കാൻ എന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും പറയാൻ കഴിയില്ല. അവൻ കൃതജ്ഞത പറയുന്ന കണ്ണുകളോടെ അത് വാങ്ങി നടന്നു. കോവണിപ്പടികൾ ശബ്ദിച്ചു. പടിവാതിൽ വീണ്ടും കരഞ്ഞു. ഇപ്പോഴേ കടിഹാരായുള്ളൂ. വാസു, ഒരു സിഗരറ്റ്? സിഗരറ്റില്ല. അതെല്ലാം മോശം. വീണ്ടും ആവർത്തിക്കുകയാണ്. 28, 30, 31. ഞാൻ ചിന്തിച്ചു. കയ്യിൽ ഒരു കാശുമില്ല. അപരിചിതമായ ഒരു സ്ഥലം. എന്തെല്ലാം വിഷമതകൾ. യാചിച്ചാൽ കിട്ടുന്ന ആട്ടും തുപ്പുമായിരിക്കും. ചിലപ്പോൾ തിളച്ച വെള്ളം. ആ ചെറുക്കന്റെ വീർത്തുപൊള്ളിയ വാരിയും കൈത്തണ്ടയും ഓർമ്മയിൽ വന്നു. തിളച്ച വെള്ളം മനുഷ്യ ശരീരത്തിൽ പതിക്കുമ്പോൾ. ഞാൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയും സഹോദരിയും അവനെ സ്വീകരിക്കുമോ? അമ്മയും സഹോദരിയും കുടിക്കു ശൃംഖല പോലെ സദൃഷ്ടമായ ബന്ധങ്ങളാണ്. അവൻ തിരിച്ചു പോകാത്ത പക്ഷം സമുദായത്തിന് ഒരു തെണ്ടിയെ കൂടി കിട്ടുന്നു. സമയം 11 കഴിഞ്ഞു കാണും. നിലാവ് മങ്ങിയിരിക്കുന്നു. ചന്ദ്രൻ ഏതെങ്കിലും മേഘപാളിയുടെ പിറകിൽ മങ്ങിയിരിക്കും. ഉറക്കം വന്നെങ്കിൽ കിടക്കാമായിരുന്നു. ഉണർന്നെഴുന്നേറ്റാൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. ഈ ലോഡ്ജും പരിസരവും ഇവിടുത്തെ സുഹൃത്തുക്കളും എന്നിൽ നിന്ന് അകലുകയാണ്. ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. അലസമായിരുന്ന പുകവലിക്കുന്നതിൽ ഒരു ആനന്ദമുണ്ട്. ദൂരെ നിന്ന് വണ്ടി വരികയാണ്. ഗുഡ്സോ പാസഞ്ചറോ? നാശം. ഗുഡ്സ് വണ്ടിയാണ്. എനിക്കവയെ കാണുമ്പോൾ എന്തൊരു അസുഖമാണ് തോന്നുന്നത്. മനുഷ്യർ സഞ്ചരിക്കുന്നതാണെങ്കിൽ സഹിക്കാമായിരുന്നു. വണ്ടിച്ചക്രങ്ങളുടെ ആരവം. കറുത്ത വാഗനുകൾ. 1, 2, 3. 1, 2, 3. വണ്ടിച്ചക്രങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് വേർതിരിച്ചു കേൾക്കാവുന്ന ഒരു നേരിയ രോദനം. ഏതാനും നിമിഷങ്ങൾ വണ്ടി നിന്നു. എഞ്ചിൻ റൂമിൽ നിന്നും ഗാർഡ് റൂമിൽ നിന്ന് ചിലർ പുറത്തിറങ്ങി. എന്ത് സംഭവിച്ചു? ആളുകൾ അല്പാൽപമായി കൂടാൻ തുടങ്ങി. ഞാൻ പതുക്കെ കോണിയിറങ്ങി. പടികടന്ന് റെയിൽ പാളത്തിലേക്ക് കയറി. പലരുടെയും ശബ്ദങ്ങൾ. വാട്ട്സ് എ മാറ്റർ? ആൻ ആക്സിഡന്റ്? ഫിനിഷ്ഡ്? തിങ്ക് സോ. ഞാൻ അടുത്തു പോയില്ല. ആ വഴി വന്ന ഒരാൾ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം? പണി തീർന്നുപോയി. ഒരു തെണ്ടിച്ചെറുക്കൻ. ചക്രം നെഞ്ചിലൂടെയാ കയറിയത്. ആ മനുഷ്യൻ നടന്നുപോയി. ഞാൻ അവിടെ തന്നെ നിന്നു. ഒരു 10 വാരം നടന്നാൽ ആ രംഗം കാണാം. വണ്ടിച്ചക്രങ്ങൾക്ക് ഇടയിൽപ്പെട്ട മനുഷ്യരൂപം. തല തകർന്ന് എല്ലുകൾ നുറങ്ങി, മാംസവും ചോരയും നുറങ്ങി. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വായുവിന് ഈർപ്പം അധികമുള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ ലോഡ്ജിലേക്ക് തിരിച്ചു. എന്റെ കൂട്ടുകാർ അപ്പോഴും കളിക്കുകയായിരുന്നു. രാമകൃഷ്ണന്റെ തലയുടെ സമീപത്തായി ജനൽപ്പടിയിൽ ജോക്കർ നൃത്തം ചവിട്ടുന്നു. വാസു, എവിടെ പോയിരുന്നു? പുറത്തിറങ്ങി നോക്കി. എന്താ കാരണമെന്നറിയാൻ. എന്താ കാര്യം? ഞാൻ പൊങ്ങി വന്ന അരിശം മടക്കി. ഗുഡ്സ് നിർത്തിയത് കണ്ടില്ലേ? ആര് പറഞ്ഞു നിർത്താൻ? നിയന്ത്രിക്കാൻ ഞാൻ പാടുപെട്ടു. ഒരു ആക്സിഡന്റ്. ഒരു ചെറുക്കൻ വണ്ടിയിൽ പെട്ടു. ഓ, അതാ, തീർന്നോ? ഞാൻ കസേരയിലേക്ക് വീണ്ടും ചാഞ്ഞു. കളി തുടരുകയാണ്. തിളച്ച വെള്ളം ശരീരത്തിൽ പതിക്കുമ്പോൾ കനത്ത വണ്ടിച്ചക്രങ്ങൾ ശരീരത്തിലൂടെ ചതഞ്ഞു നുറങ്ങി. മാംസവും ചോരയും ചിതറി. ഞാൻ എന്തൊക്കെയോ ഓർത്തു പോവുകയാണ്. എനിക്ക് തല കറങ്ങുന്നതായി തോന്നുന്നു. നിലാവ് തെളിയുകയാണ്.